ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മൾ പിറവിത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ പിറവിത്തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വളരെ സന്തോഷത്തോടെ നേരുകയാണ്. ഈശോ നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിറവിത്തിരുന്നാളിലുള്ള ഒരുക്കത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, ആഴ്ചകളായിട്ട് പ്രാർത്ഥിച്ച് കുറേയെല്ലാം ഉപവാസവും എടുത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു നമ്മൾ. അതുതന്നെയാണ് ക്രിസ്മസിൻ്റെ ഒരുക്കത്തിനുള്ള ഏറ്റവും നല്ല കാര്യവും. ക്രിസ്മസ് അല്ലെങ്കിൽ പിറവിത്തിരുന്നാൾ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. നമ്മളെ ദൈവികരാക്കുവാൻ അവിടുന്ന് മനുഷ്യനായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു, ഏകപുത്രനെ നൽകുവാൻ തക്കവിധം. അപ്രകാരം ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർക്കുവാനാണ് പിതാവായ ദൈവം ആഗ്രഹിച്ചത്. പൗലോസ്ലീഹ ഈ മനുഷ്യാവതാരത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: അവിടുന്ന് ദൈവമായിരുന്നിട്ടും ദൈവത്തോടൊത്തുള്ള തൻ്റെ സമാനത വലിയ കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചുവെന്ന്. അപ്പോൾ കർത്താവ് മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മളെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാനുള്ള പരിശ്രമം നടത്തുമ്പോൾ, അതിൽ ദൈവിക ജീവനിൽ നമ്മളെ പങ്കുകാരാക്കുമ്പോൾ നമ്മൾ എത്രമാത്രമാണ് ഈ ദൈവിക ജീവനിൽ പങ്കുകാരാകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ദൈവിക ജീവനിൽ പങ്കുകാരാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സവിശേഷതകളും അവിടുത്തെ പ്രകൃതിയും നമ്മൾ സ്വന്തമാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യപ്രകൃതി ഈ ദൈവിക പ്രകൃതിക്ക് കീഴ്പ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ കാലഘട്ടത്തിലെ പല പ്രത്യേകതകളും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സവിശേഷതകളും ഇനിയും സ്വന്തമാക്കാനായിട്ട് ദീർഘമായി യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന അറിവെന്ന് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു, ദൈവം കരുണയാകുന്നു, ദൈവം പരിശുദ്ധിയാകുന്നു, ദൈവം വിശുദ്ധിയാകുന്നു എന്നെല്ലാമാണ്. അപ്പോൾ ഈ കരുണയും ഈ സ്നേഹവും ഈ പരിശുദ്ധിയുമെല്ലാം നമ്മൾ എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നത്, അത്രമാത്രമാണ് നമ്മൾ ദൈവികരായിട്ട് തീരുന്നത്, അല്ലെങ്കിൽ ദൈവിക ജീവനിൽ നമ്മൾ പങ്കുകാരാകുന്നത്. ദൈവം തൻ്റെ ജീവിതം നമ്മളുമായിട്ട് പങ്കുവെച്ചു. ഇറ്റ് ഈസ് എ ഷെയറിങ് ഓഫ് ഗോഡ് വിത്ത് ഹിസ് ലൈഫ് വിത്ത് അസ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുകാരാകുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ അവൻ്റെ പ്രകൃതിയാണ് എപ്പോഴും ഉയർന്നു നിൽക്കുക. അത് ഒരുപക്ഷെ പരസ്പരം മത്സരത്തിൻ്റേതാകാം, പരസ്പരമുള്ള യുദ്ധത്തിൻ്റേതാകാം, പരസ്പരം അസൂയപ്പെടലിൻ്റേതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാത്തതാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. മനുഷ്യപ്രകൃതി അപ്രകാരമുള്ളതാണെങ്കിൽ ഈ മനുഷ്യപ്രകൃതി വിശുദ്ധീകരിക്കപ്പെടുന്നതും മനുഷ്യപ്രകൃതി പരിവർത്തനത്തിന് വിധേയമാകുന്നതുമെല്ലാം നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവത്തിൻ്റെ സ്വഭാവത്തിനും വിധേയത്വപ്പെടുന്നുവോ അത്രമാത്രമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ഈ പിറവിത്തിരുന്നാൾ നമുക്ക് ദൈവിക ജീവനിൽ നമ്മളെ യഥാർത്ഥത്തിൽ പങ്കുകാരാക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആവർത്തിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം ക്രിസ്മസ് എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ്
വാച്യാർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന എന്നാണ് അർത്ഥം. ക്രിസ്റ്റസ് മെസ്സേ എന്നുള്ളതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്. ഈ ക്രിസ്റ്റസ് പ്ലസ് മെസ്സേ എന്നുള്ള വാക്കാണ് ക്രിസ്മസ് ആയിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഈ ക്രിസ്മസിൻ്റെ അർത്ഥം നമ്മുടെ സാധാരണ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ അത് പരിശുദ്ധ കുർബാന തന്നെയാണ്. ക്രൈസ്റ്റ് മാസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ ക്രൈസ്റ്റ് മാസ് തന്നെയാണ് ഹോളി മാസ്, ഹോളി കുർബാന. അപ്പോൾ ഈ ക്രിസ്മസ് ആവർത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. അനുദിനം നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അർപ്പിക്കുമ്പോൾ, അനുദിനം പരിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ ഈ കർത്താവിൻ്റെ ക്രിസ്മസ് ആവർത്തിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാലോ, പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ഒരേ സമയം അവിടുത്തെ വചനവും അവിടുത്തെ അപ്പവും നമുക്ക് നൽകപ്പെടുകയാണ്. വചനം മാംസമായതാണ് തിരുപ്പിറവി. ഈ വചനം മാംസമായ മാംസമായ വചനം തന്നെയാണ് അനുദിന പരിശുദ്ധ ബലിയിൽ നമുക്കായിട്ട് പങ്കുവയ്ക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. ഈ വചനം വിശ്വാസപൂർവ്വം സ്വീകരിച്ച് ദൈവത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുമ്പോഴാണ് ഈ രണ്ടാമത്തെ മേശയിൽ പങ്കുകാരാകുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ അപ്പത്തിൽ പങ്കുകാരാകുവാൻ നമ്മൾ യോഗ്യരാകുന്നത്. അപ്പോൾ ക്രിസ്മസ് ക്രിസ്തുസ് മെസ്സയാണെങ്കിൽ അത് പരിശുദ്ധ കുർബാന തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ ക്രിസ്മസ് എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്നും ആവർത്തിക്കപ്പെടുന്ന ഒരാഘോഷമാണ് പരിശുദ്ധ കുർബാന എന്ന രീതിയിൽ നമ്മൾ ക്രിസ്മസിനെ കാണണം. അപ്പോൾ ആ പരിശുദ്ധ ബലിയും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണ്. കാരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ചും മാലാഖമാർ പാടുന്നതും പറയുന്നതും എന്താണ്? സർവ്വലോകത്തിനും വേണ്ടിയുള്ള രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു. ഈ സേവ്യർ ആരാണ്? നമുക്ക് സാൽവേഷൻ നൽകുന്നവനാണ്, രക്ഷ നൽകുന്നവനാണ്. ഈ രക്ഷയുടെ അർത്ഥം എന്താണ്? നമ്മുടെ പാപകരമായ ജീവിതത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ജീവിതത്തെ സ്വന്തമാക്കുന്നു. അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ പാപത്തിൽ വീണപ്പോൾ ഉണ്ടായ അകൽച്ച നമ്മൾ വീണ്ടും കൂട്ടി യോജിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ രമ്യതപ്പെടുകയാണ്. അതുകൊണ്ടാണ് പുത്രൻ തമ്പുരാൻ തൻ്റെ ജീവിതം നൽകിക്കൊണ്ട് ദൈവത്തെ നമ്മളുമായിട്ട് രമ്യതപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാൻ ആണ് നമ്മൾ ഈ ക്രിസ്മസ് നാളിൽ പരിശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ക്രിസ്മസ് നമ്മളിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർബാനയുടെയും അർത്ഥവുമെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവം സ്വന്തമാക്കുവാൻ ഒക്കെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അടുത്ത വർഷം നമുക്ക് ജൂബിലി വർഷമാണ്. കർത്താവിൻ്റെ ജനനത്തിൻ്റെ സാധാരണ ജൂബിലി മാർപ്പാപ്പ ഓൾറെഡി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് 2025 ജൂബിലി വർഷമായിട്ട്. ആ ജൂബിലി വർഷത്തിൻ്റെ പ്രത്യേക തീമും നമ്മൾ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണല്ലോ തീം. നമ്മൾ ക്രൈസ്തവർ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് തീർത്ഥാടനം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്ക് ഈ ക്രിസ്മസ് വളരെ വിലപ്പെട്ടതും വളരെ അർത്ഥപൂർണവും പ്രധാനപ്പെട്ടതുമാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം തന്നെ 2025 ജൂബിലി വർഷം എല്ലാവിധത്തിലും ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവ അനുരഞ്ജനത്തിൻ്റെയും എല്ലാം വർഷമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.